ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ല. കാരണം എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ഒരാഴ്ചത്തോളം നമ്മൾ കിടന്നുപോയി. അതിൻ്റെ പേരിൽ നമുക്ക് പുറത്തിറങ്ങി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മഴയുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഞായറാഴ്ച രാവിലെ നമ്മുടെ ഫ്രണ്ട്സ് കുറേ വിളിച്ചിട്ട് നമുക്ക് ചെറിയ വാട്ടർഫോൾ ഒന്ന് കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വാട്ടർഫോൾ കാണാൻ പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്, ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇത് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞത്. അടിപൊളി സ്ഥലമാണ്, കുറേ അഡ്വഞ്ചറായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഗവൺമെൻറ് അണ്ടറിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫാമിലിക്ക് കപ്പിൾസ് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. ഇപ്പോൾ ഈ സമയങ്ങളെന്ന് പറഞ്ഞാൽ മഴ സമയമാണ്. ഇപ്പോൾ ഞങ്ങൾ മഴ സമയത്തിൻ്റെ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോയ സമയമാണ്. അപ്പം പോയതായതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെയാണിത്. ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊല്ലം സൈഡാണ്. നമ്മൾ ബോണ്ടന്ന് ബെൽഗാം പോകുന്ന റൂട്ടിലാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് പല കാര്യങ്ങളും ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കച്ചറയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അടിപൊളി രസമാണ്. അവിടെ പോയി ഫോട്ടോ എടുക്കാനും ആർട്ടിഫിഷ്യൽ പല കാര്യങ്ങളും ബട്ടർഫ്ലൈയുടെ ഫോട്ടോ, അതിൻ്റെ പേര് തന്നെ ബട്ടർഫ്ലൈ പാർക്ക് എന്നാണ്. അപ്പം ഇതുപോലുള്ള ആർച്ചും കാര്യങ്ങളൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുക. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറേ കരിയിലെയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ ഈ നല്ല സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ സമയങ്ങളിലൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഇരിക്കാനും ഒരു പ്രത്യേകിച്ച് കാറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പോയി ഇരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പിള്ളേർക്കൊക്കെ പോയി വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വഞ്ചറായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത്. ഇതിൻ്റെ പേരേ ബട്ടർഫ്ലൈ. അപ്പോൾ ബട്ടർഫ്ലൈയിലുള്ള പല കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്. ബട്ടർഫ്ലൈയുടെ രൂപത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് അഡ്വഞ്ചറായിട്ട് പിള്ളേർക്ക് കയറാനും ഇറങ്ങാനൊക്കെ നല്ല സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വേറുമാടം പല ഉള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി അപ്പം കുറേ ഇവിടുന്നൊരു ഏകദേശം ഒരു 2-3 ഏക്കറോളം ഇങ്ങനെ വനത്തിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. ഇത് നമ്മൾ മൊല്ലം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരണം. ഇപ്പം നമ്മളെ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് വന്നത്. ഇവരെന്നെ വിളിച്ചുമായിട്ട് ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലുള്ള ഔഷധങ്ങളുള്ള ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. അതൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. ഇവിടെ വന്നൊന്ന് കുറച്ച് വിസിറ്റ് ചെയ്യുക. ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെയൊക്കെ വന്ന് കണ്ടു പോകുന്ന വളരെ നല്ല കാര്യങ്ങളായിരിക്കും. ഫോട്ടോ എടുക്കാനും പല കാര്യങ്ങളും. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ട്രീയിലെ ഈ ഒരു കാഴ്ചയാണ്. മരത്തിൻ്റെ മണ്ടയ്ക്കാണ് ഇവർ ഇതുപോലുള്ള ഇതൊക്കെ പണി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പേര് കറക്റ്റ് എനിക്കറിയില്ല. എന്നാലും അറിയാവുന്നവർക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഇവിടെ വന്നിട്ടുള്ളവരെന്നെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ വരേണ്ടതാണ്. നമുക്കൊരു പക്ഷേങ്കിൽ വളരെ ഇച്ചിരി ഡേഞ്ചറാണെങ്കിലും പക്ഷേ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അവർ മഴയായതിൻ്റെ പേരിലാണ് ഈ പ്ലാസ്റ്റിക് കെട്ടി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വയസ്സിന് മേലോട്ടുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കൊച്ചുപിള്ളേർ താഴെയുള്ളവർ കയറാൻ ശ്രമിക്കരുത്. അത് ഡേഞ്ചറാണ്. ഇപ്പോഴും മേലോട്ട് ബാങ്കിൽ പാടാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് സേഫ്റ്റിയും കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സ്വയം നിയന്ത്രിക്കണം. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇതിനകത്ത് പേരും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് എഴുതുന്നുണ്ടോ, അല്ല ലവേഴ്സ് വരുന്നുണ്ടോ, കപ്പിൾസ് വരുന്നവരൊക്കെ എഴുതുന്നുണ്ട്. നല്ലൊരു രസമാണ്. നമുക്ക് വെളിയിൽ നിന്നുള്ള വ്യൂസും നല്ല രസമാണ്. ഇതിപ്പോൾ മഴയായതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. എല്ലാ സമയത്തും നല്ല ആളായിരിക്കും ഇവിടെ. ഫ്രീ ആണ്, എൻട്രി ഫീ ഒന്നുമില്ല. അവിടെ നമുക്ക് പേരും എഴുതുന്നേ ഉള്ളൂ. പിന്നെ ബാത്റൂമിൽ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ഉണ്ട്. നമുക്ക് പോയി ഇരുന്ന് ആറാമത്തെ വരാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.